സത്യസന്ധമായ വാർത്തകൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ ADV ന്യൂസിന്റെ ആദ്യ ബുള്ളറ്റിന് ഇവിടെ തുടക്കം കുറിക്കുന്നു. കണ്ടറിയാൻ, കേട്ടറിയാൻ, ചിന്തിച്ചറിയാൻ ADV ന്യൂസ് ജനഹൃദയങ്ങളിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. സത്യസന്ധമായ വാർത്തകൾ ജനഹൃദയങ്ങളിലേക്ക്. ദേശിങ്ങനാടിന്റെ പൈതൃകത്തെ തൊട്ടുണർത്തി കണ്ടറിയാൻ, കേട്ടറിയാൻ, ചിന്തിച്ചറിയാൻ ADV ന്യൂസ്. സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കത്തിടാൻ മതില് ചാടണം. അവധി ദിനങ്ങളിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ തപാൽ പെട്ടിയിൽ കത്ത് നിക്ഷേപിക്കണമെങ്കിൽ മതിൽ ചാടിക്കടക്കണം. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലാണ് അവധി ദിനങ്ങളിൽ കത്ത് തപാൽ പെട്ടിയിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. പള്ളത്തുചിറയ്ക്ക് ശാപമോക്ഷം. പതിറ്റാണ്ടുകളായി കാട് മൂടിക്കിടക്കുന്ന അമ്പലമുക്ക് പള്ളത്തുചിറയ്ക്ക് ശാപമോക്ഷം. KLDC അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പള്ളത്തുചിറ നവീകരിക്കുന്നത്. മിഴിയടച്ച് സിഗ്നൽ ലൈറ്റ്. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായതിനെ തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിലൂടെയുള്ള വാഹന സഞ്ചാരം സാഹസികമായിരിക്കുകയാണ്. തകർന്ന സിഗ്നൽ ലൈറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാവുകയാണ്. പഞ്ചായത്ത് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായി വർഷങ്ങൾ പിന്നിടുമ്പോഴും അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാതെ കുഴയുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അഞ്ചൽ ഇടമുളയ്ക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു. ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ അഞ്ചൽ ഇടമുളയ്ക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ക്ഷേത്രം മേൽശാന്തി മാധവൻ പോറ്റി പണ്ടാര അടുപ്പിൽ തീ കൊളുത്തിയതോടെയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിച്ചത്. ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളായിരുന്നു ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരുന്നത്. വെള്ളിയാഴ്ച ആരംഭിച്ച തിരുവുത്സവം ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ഘോഷയാത്രയോടുകൂടി തിരുവുത്സവത്തിന് സമാപനം കുറിക്കും. പതിറ്റാണ്ടുകളായി കാടുമൂടിക്കിടന്ന അമ്പലമുക്ക് പള്ളത്തുചിറയ്ക്ക് ശാപമോക്ഷം. KLDC അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പള്ളത്തുചിറ നവീകരിക്കുന്നത്. അഗസ്ത്യക്കോട് അമ്പലമുക്കിന് സമീപം പതിറ്റാണ്ടുകളായി കാടുമൂടി നാശത്തിന്റെ വക്കിലായിരുന്ന പള്ളത്തുചിറയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. KLDC അനുവദിച്ച 44.14 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചിറയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചിറയുടെ 4 ഭാഗവും കല്ലുകെട്ടി വൃത്തിയാക്കുന്നതിനു പുറമെ ചിറയിലേക്ക് പടവുകളും ചിറയിൽ നിന്ന് ജലസേചനത്തിനായി 350 മീറ്റർ ഓടയും നിർമ്മിക്കും. പള്ളത്തുചിറയിൽ നിന്നും പുതുതായി നിർമ്മിക്കുന്ന ഓടയിലൂടെ അഗസ്ത്യക്കോട് ക്ഷേത്രം ഏലായിൽ ജലമെത്തിച്ച് കാർഷിക ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിക്കാം. സമീപത്തുള്ള തോട്ടിലേക്ക് പള്ളത്തുചിറയിൽ നിന്നും ജലമെത്തിച്ച് പ്രദേശത്തെ ജലദൗർലഭ്യത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാമെന്ന കണക്കുകൂട്ടലിലാണ് KLDC പള്ളത്തുചിറയുടെ നവീകരണത്തിനായി തുക അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പഞ്ചായത്ത് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായി വർഷങ്ങൾ പിന്നിടുമ്പോഴും അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനാകാതെ കുഴയുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും അതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാനുമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്താണ് മാർക്കറ്റിനുള്ളിലെ മത്സ്യ മാർക്കറ്റിന് സമീപം ബയോ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചത്. എന്നാൽ വർഷങ്ങളായി ഈ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ദിനംതോറുമുള്ള മാലിന്യ പ്ലാന്റിന് സമീപം കുന്നുകൂടി കിടക്കുന്നു. അഞ്ചൽ LPSലേക്കുള്ള റോഡിലേക്കുള്ള ഗതാഗതത്തിനും വിലങ്ങുതടിയാണ്. മാലിന്യം കൂന കൂടിയതോടെ അസഹ്യമായ ദുർഗന്ധവും ഈച്ചകളും മാർക്കറ്റിലെത്തുന്നവരെ വലയ്ക്കുകയാണ്. മാലിന്യ പ്രശ്നം പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അഞ്ചൽ മാർക്കറ്റിലെ മുഴുവൻ മാലിന്യവും സംസ്കരിക്കാൻ വേണ്ട മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് നിർമ്മിച്ച് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ദക്ഷിണ കേരളത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നാണ് അഞ്ചൽ മാർക്കറ്റ്. ഈ മാർക്കറ്റിലെ മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തനരഹിതമായി തുടരുകയാണ്. അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യം എന്തു ചെയ്യണം എന്നറിയാതെ വഴിമുട്ടി നിൽക്കുകയാണ് അഞ്ചൽ പഞ്ചായത്ത്. ക്യാമറമാൻ രാഹുൽ എസ് രാജിനോടൊപ്പം അഭിജിത്ത്, ADV ന്യൂസ്. അവധി ദിനങ്ങളിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ തപാൽ പെട്ടിയിൽ കത്ത് നിക്ഷേപിക്കണമെങ്കിൽ മതിൽ ചാടിക്കടക്കണം. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലാണ് അവധി ദിനങ്ങളിൽ കത്ത് തപാൽ പെട്ടിയിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. അഞ്ചൽ എന്നാൽ തിരുവിതാംകൂറിലെ തപാൽ വകുപ്പ് എന്നാണ് അർത്ഥം. പേരും അർത്ഥവും എന്തായാലും അഞ്ചൽ തപാൽ ഓഫീസിലെ എഴുത്തുപെട്ടിയിൽ അവധി ദിനങ്ങളിൽ കത്ത് നിക്ഷേപിക്കണമെങ്കിൽ മതിൽ ചാടി കടക്കാൻ കൂടി അറിഞ്ഞിരിക്കണം. അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് ഈ ദുർഗതി.
മാർക്കറ്റ് ജംഗ്ഷനിലെ ഫുട്പാത്ത് നിർമ്മിച്ചതിനെ തുടർന്നാണ് തപാൽ വകുപ്പ് അധികൃതർ പെട്ടി തപാൽ ഓഫീസിനുള്ളിലാക്കിയത്. എന്നാൽ ഫുട്പാത്ത് നിർമ്മാണം കഴിഞ്ഞ് നാളുകൾ ഏറെ പിന്നിട്ടിട്ടും തപാൽ പെട്ടി ഓഫീസിന് വെളിയിൽ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ല. അവധി ദിനങ്ങളിൽ കത്തയക്കാനായി എത്തുന്ന പൊതുജനങ്ങൾക്ക് ഇതിനാൽ മഴയിൽ ചാടിക്കടക്കണമെന്ന അവസ്ഥയാണ്. ഒഴിവു ദിവസങ്ങളിൽ ഗേറ്റ് പൂട്ടി സ്ഥലം കാലിയാക്കുന്ന തപാൽ വകുപ്പ് ജീവനക്കാർ തപാൽ പെട്ടി ഗേറ്റിന് പുറത്ത് സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് അഞ്ചൽ നിവാസികൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായതിനെ തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിലൂടെയുള്ള വാഹന ഗതാഗതം സാഹസികമായിരിക്കുകയാണ്. തകർന്ന സിഗ്നൽ ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായിരിക്കുന്നു. അഞ്ചൽ പട്ടണത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഗ്രാമപഞ്ചായത്താണ് അഞ്ചൽ ആറോ ജംഗ്ഷനിലും മാർക്കറ്റ് ജംഗ്ഷനിലും ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. തിരുവനന്തപുരത്തുള്ള സ്വകാര്യ കമ്പനിക്കായിരുന്നു സിഗ്നൽ ലൈറ്റുകളുടെ നിർമ്മാണ ചുമതല. നാൽക്കവലയായ മാർക്കറ്റ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായി ഏറെ നാളായിട്ടും സിഗ്നൽ ലൈറ്റുകൾ പഴയപടിയാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. ബുധൻ, ശനി ദിവസങ്ങളിൽ അഞ്ചൽ മാർക്കറ്റിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്തത് പോലീസുകാർക്കും തലവേദനയാണ്. ഏറെ നാളുകൾക്ക് മുൻപ് മാർക്കറ്റ് ജംഗ്ഷനിലൂടെ കടന്നുപോയ വാഹനമിടിച്ച് സിഗ്നൽ ലൈറ്റിന്റെ പോസ്റ്റ് തകർന്നു വീണതിനെ തുടർന്നാണ് സിഗ്നൽ ലൈറ്റുകൾ മിഴിയടച്ചത്. 4 ഭാഗത്തേക്കും റോഡുകളുള്ള മാർക്കറ്റ് ജംഗ്ഷനിലൂടെയുള്ള വാഹന സഞ്ചാരം ഇതോടെ സാഹസികമായി മാറി. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നത്. തകരാറിലായ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഭക്തജന സഹസ്രങ്ങൾക്ക് സായുജ്യമേകി ഇടമുളക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും കെട്ടുകാഴ്ചകളും എഴുന്നള്ളത്ത് ഘോഷയാത്ര അഞ്ചലിലെ നഗരവീഥികളെ വർണ്ണവിസ്മയമാക്കി. ഇടമുളക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 3 ദിവസമായി നടന്നുവന്ന ഉത്സവത്തിന് സമാപനമായി. ഞായറാഴ്ച വൈകുന്നേരം നടന്ന എഴുന്നള്ളത്ത് ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച് ചന്തമുക്ക്, ആറോ ജംഗ്ഷൻ, പനച്ചവിള, വൃന്ദാവനം മുക്ക്, പടിഞ്ഞാറ്റിൻകര വഴി തിരിച്ച് ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. താലപ്പൊലി, മുത്തുക്കുട, പഞ്ചവാദ്യം, നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ, ചെണ്ടമേളം, കെട്ടുകാഴ്ചകൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. തുടർന്ന് നേർച്ചക്കമ്പവും സ്റ്റാർ ബീറ്റ്സ് തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ദേശിംഗനാടിന്റെ പൈതൃകത്തെ തൊട്ടുണർത്തി കണ്ടറിയാൻ, കേട്ടറിയാൻ, ചിന്തിച്ചറിയാൻ ADV ന്യൂസ് സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഏറെ നാളായുള്ള കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ADV ന്യൂസ് ഔദ്യോഗിക സംപ്രേഷണം ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് അഞ്ചൽ JJ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു അധ്യക്ഷനായ ചടങ്ങിൽ ADV ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ S ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ADV ന്യൂസ് ലോഗോ പ്രകാശനം ചെയ്തു. നിരവധി ചാനലുകളിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയും ശ്രദ്ധേയയായ ബേബി ഗ്രീഷ്മിത S കുമാർ വയലാറിനെ മന്ത്രി VS ശിവകുമാർ ADV ന്യൂസിന് വേണ്ടി ഉപഹാരം നൽകി ആദരിച്ചു. പുനലൂർ മുൻ MLA PS സുബാൽ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, കേരള കേബിൾ TV ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് R സുനിൽകുമാർ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ്, അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരപിള്ള, കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷ്, CPIM അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ, BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം K ബാബു പണിക്കർ, അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് S ബൈജു, CPIM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് S സൂരജ്, AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ, BJP പുനലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വടമൺ ബിജു, BJP പുനലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ഏരൂർ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ADV ന്യൂസ് ബ്യൂറോ ചീഫ് രാഹുൽ S രാജ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് സിംഫണി ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒരു ദൃശ്യ മാധ്യമ രംഗത്തുള്ള ADV ന്യൂസ് എന്ന ഒരു വാർത്താ മാധ്യമം അഞ്ചൽ ഡിജിറ്റൽ വിഷൻ എന്ന പേരിൽ ADV ന്യൂസ് എന്ന പേരിൽ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധമായിട്ടുള്ള വിജയാശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്.
നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ, അതായിരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വാർത്തകൾ അറിയുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രധർമ്മം നിറവേറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നത് പ്രിന്റ് മീഡിയയായി. പക്ഷേ ഇന്ന് അത് മാറി ദൃശ്യ മാധ്യമങ്ങൾ വളരെ മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പ്രിന്റ് മീഡിയയുടെ സമയത്ത് വാർത്തകൾ നമുക്ക് അറിയണമെങ്കിൽ ഒരു ദിവസം കാത്തിരിക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ ഉള്ള വാർത്തകൾ അറിയണമെങ്കിൽ പിറ്റേ ദിവസം പത്രം നോക്കിയാൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി തത്സമയം ലോകത്ത് എവിടെ നടന്നിരുന്നാലും, എവിടെ എന്ത് സംഭവം നടന്നിരുന്നാലും അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്വീകരണ മുറികളിൽ ആ വാർത്തകൾ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതികമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയൊരു മുന്നേറ്റമാണ് ആ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ദൃശ്യ മാധ്യമങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ, ഈ ദൃശ്യമാധ്യമങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടേതായിട്ടുള്ള മത്സരങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. മത്സരം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വാർത്തകൾ ആദ്യം ആരാണ് ജനങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ള മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം മത്സര ബുദ്ധിയോടുകൂടി ഈ കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും മത്സരബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നല്ലതാണ്. പക്ഷേ പത്രധർമ്മത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി സത്യസന്ധമായി ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ ഓരോ മാധ്യമ സുഹൃത്തുക്കളും മാധ്യമങ്ങളും മുന്നോട്ട് വരേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുവാൻ, ഒരു തെറ്റായിട്ടുള്ള ജനങ്ങളിൽ അത്ര വാർത്തകൾ എത്തിക്കുന്നത് ഏറ്റവും വലിയ ഒരു അത്തരത്തിലുള്ള ശരിയല്ലാത്തൊരു സാഹചര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ദൃശ്യമാധ്യമങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം നമുക്കറിയാം, എല്ലാ മേഖലകളിലും ഇന്ന് ഒരുപക്ഷെ സമൂഹത്തെ ഏതെല്ലാം ദിശയിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും ദൃശ്യമാധ്യമങ്ങളുടെ ഈ ഒരു വളർച്ചയിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വാർത്തകൾ എത്തിക്കുന്നത് മാത്രമല്ല, ഓരോ പ്രദേശത്തിൻ്റെയും ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ആയിരുന്നാലും, ഒരു സംസ്ഥാനത്തിൻ്റെ ആയിരുന്നാലും, ഒരു പ്രദേശത്തിൻ്റെ ആയിരുന്നാലും, വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന, സാമൂഹികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് മാധ്യമങ്ങൾക്ക് ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ADV ന്യൂസ് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ പ്രാദേശിക ചാനൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് നാടിൻ്റെ വികസനവുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി തന്നെ, മറ്റു ഉയർത്തിപ്പിടിക്കേണ്ട ജനകീയ പ്രശ്നങ്ങളായിരുന്നാലും ശരി തന്നെ, സമൂഹത്തിന് സാമൂഹിക തിന്മകൾക്ക് എതിരായിട്ട് ഉള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ആ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാനുള്ള കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ, ഇതെല്ലാം ഏറ്റെടുക്കേണ്ടത് ദൃശ്യമാധ്യമങ്ങളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏത് മാധ്യമമായിരുന്നാലും ശരി, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് 10, 50, 50 അല്ലെങ്കിൽ 100ഓളം ദൃശ്യമാധ്യമങ്ങളുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ മത്സരങ്ങളും കാര്യങ്ങളുമുണ്ട്. ഓരോ ദൃശ്യമാധ്യമത്തെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ ഒരു കാഴ്ചപ്പാട്. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ദൃശ്യമാധ്യമങ്ങളുണ്ട്, അല്ലാത്ത ദൃശ്യമാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു മാധ്യമത്തിന്റെ പേര് നമ്മൾ മനസ്സിൽ ഓർമ്മിച്ചാൽ അവരുടേതായിട്ടുള്ള സ്ഥാനം കേരളീയ സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറയാം അത് ശരിയായിരിക്കില്ല. ചില മാധ്യമങ്ങൾ ചില വാർത്തകൾ പറഞ്ഞാൽ അവർ ശരിയേ പറയുകയുള്ളൂ എന്നുള്ള ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ്? അവർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളും അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ന്യൂസുകളും വാർത്തകളും ഒക്കെ അത് സത്യസന്ധമായിരിക്കും എന്നുള്ളത് അനുഭവത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്
ആ മാധ്യമത്തെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു നിലപാട് സമൂഹത്തിനുള്ളത്. അപ്പോൾ ഓരോ മാധ്യമത്തെക്കുറിച്ചും ഓരോ നിലപാടുകളുണ്ട്. എന്തുകൊണ്ടാണത് വരുന്നത്? അവരുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. യാഥാർത്ഥ്യബോധത്തോടുകൂടി സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഉള്ള നിലപാടെടുക്കുന്ന പിന്നെ മാധ്യമങ്ങൾ, അപ്പൊ അവരുടെ വാർത്തകളെ ജനങ്ങൾ 100% വിശ്വസിക്കും. വെറുതെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ അത്രത്തോളം വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ പ്രാദേശികമായിട്ടുള്ള ചാനലായിരുന്നാലും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകളായിരുന്നാലും നമ്മളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയും, പത്രധർമ്മം, മാധ്യമധർമ്മം, അത് നിറവേറ്റപ്പെടുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ആ വാർത്തകളായിരിക്കണം പ്രചരിപ്പിക്കേണ്ടത്. അതിന് ഒരു ചുരുങ്ങിയ മേഖലയിൽ ഈ പ്രദേശത്തേക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ന്യൂസ് ചാനൽ എന്നുള്ള രീതിയിലും അത്തരത്തിലുള്ള സമീപനത്തോടു കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ചാനലിന് ജനങ്ങളുടെ അംഗീകാരം ലഭ്യമാകാൻ കഴിയും. നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് പിടിച്ചു നയിക്കുന്നതിന്, നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും വലിയ പ്രേരക ശക്തിയായി ഈ മാധ്യമത്തിന് മാറാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ADB ന്യൂസ് ചാനലിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രധാന വാർത്തകൾ വീണ്ടും. സത്യസന്ധമായ വാർത്തകൾ ജനഹൃദയങ്ങളിലേക്ക്. ദേശിംഗനാടിന്റെ പൈതൃകത്തെ തൊട്ടുണർത്തി കണ്ടറിയാൻ, കേട്ടറിയാൻ, ചിന്തിച്ചറിയാൻ ADV ന്യൂസ്. സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കത്തിടാൻ മതില് ചാടണം. അവധി ദിനങ്ങളിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ തപാൽ പെട്ടിയിൽ കത്ത് നിക്ഷേപിക്കണമെങ്കിൽ മതിൽ ചാടിക്കടക്കണം. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലാണ് അവധി ദിനങ്ങളിൽ കത്ത് തപാൽ പെട്ടിയിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. പള്ളത്തുച്ചിറയ്ക്ക് ശാപമോക്ഷം. പതിറ്റാണ്ടുകളായി കാടുമൂടിക്കിടക്കുന്ന അമ്പലമുക്ക് പള്ളത്തുച്ചിറയ്ക്ക് ശാപമോക്ഷം. KLDC അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പള്ളത്തുച്ചിറ നവീകരിക്കുന്നത്. മിഴിയടച്ച് സിഗ്നൽ ലൈറ്റ്. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായതിനെ തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിലൂടെയുള്ള വാഹന സഞ്ചാരം സാഹസികമായിരിക്കുകയാണ്. തകർന്ന സിഗ്നൽ ലൈറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാവുകയാണ്. പഞ്ചായത്ത് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായി വർഷങ്ങൾ പിന്നിടുമ്പോഴും അഞ്ചൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാതെ കുഴയുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ADV ന്യൂസിന്റെ ആദ്യ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.